ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. സ്പോട്ട് ബുക്കിംഗ് 5000 പേർക്ക് മതി, അനുവദിച്ചാൽ മതി എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച വരെയായിരിക്കും ഈ ഉത്തരവ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശബരിമലയിലെ വലിയ തിരക്ക്. ആ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി പോയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് അല്ല, ഞങ്ങൾ ഓൺലൈനാണ്, ഓൺലൈൻ ബുക്കിംഗ് ആണ്. ഈ സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചു, ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, അത് എതിർക്കാണ് ചെയ്യുന്നത് ഞങ്ങൾ. പോരാ, ഇങ്ങനെയുള്ള തിരക്ക് വരുമ്പോൾ ഈ സ്പോട്ട് 5000 കൊടുത്തിട്ട് എന്താ ചെയ്യാ ഞങ്ങൾ? പോരല്ലോ, ഒരു 30,000 കൊടുക്കണ്ടേ ചുരുങ്ങിയത്? അതാണ് നമ്മുടെ തിരക്കുകാരുണ്ട്. തിരക്കുകാരുടെ അവിടെ നിന്ന് 8 മണിക്ക് വന്നാൽ ഞങ്ങളൊക്കെ തിരക്കുകാരുണ്ട്. അവിടെ നിൽക്കാനും പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പല പ്രശ്നങ്ങളാണ്. കുറച്ച് കൂട്ടണമല്ലോ, കൂട്ടിയ സമാധാനമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് അതെ. മലയാളിയാ? സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി 5000 ആക്കി ചുരുക്കിയിരിക്കുന്നു. സ്പോട്ട് ബുക്കിംഗ് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി യോജിക്കുന്നു. ഇവിടെ പുറത്തുള്ള ആൾക്കാരെ കംപ്ലീറ്റ് കൂടുതൽ, ആന്ധ്ര, കർണാടക. മലയാളികൾ പൊതുവെ കുറവാണ്. അവർ ഒന്നും ചെയ്യാണ്ടാണ് നേരിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇപ്പാ വരുന്നത്. സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചു ഹൈക്കോടതി, അതുകൊണ്ട് യോജിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യോജിക്കുന്നില്ല. കുറയ്ക്കണം. കാരണം ഒരുപാട് ഇപ്പൊ ഇത്രയും തിരക്ക്. ഞങ്ങൾ രാവിലെ 6:30 കയറിയ ആളാണ്, ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. 12 മണിക്കൂറായി. അതെ, 7 മണി നമുക്ക് അടിച്ചെന്ന് നമ്മളിപ്പോ എത്തുന്ന ഇപ്പൊ ഈ സമയത്താ. അത് കുറക്കണം, കുറച്ച് കൊണ്ടണം. അല്ലാണ്ട് എന്താ ചെയ്യാനാ? പിന്നെ കുറയ്ക്കണം. 5000 പോരാ, ഇനിയും കുറയ്ക്കണം. ജനങ്ങൾ കഷ്ടപ്പെട്ട് വരുന്നില്ലേ? ഡേറ്റ് കൂട്ടണം. 1 മണി എന്നുള്ളത് ഒരു 2 മണിയെങ്കിലും ആക്കണം. സമയം കുറച്ച് കൂട്ടണം. കാരണം ഇത് തുടക്ക ദിവസം 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയും ജനക്കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനം ചെയ്യണം. നമുക്കിപ്പോ ഇന്ന് ട്രെയിൻ കിട്ടൂല. ട്രെയിൻ പോയി, നമ്മളെ കാശ് പോയി. ട്രെയിനിലാണ്ടായി മുന്നേ കൂട്ടി പോക്കിയത്. അപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ട്. 20,000 എന്നുള്ളത് 5000 ആക്കി യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൺലൈൻ ബുക്കിങ്ങിൽ നമ്മൾ കഷ്ടപ്പെട്ട് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വരുന്നു. സ്പോട്ട് ബുക്കിംഗ് അവരപ്പം വന്നിട്ട് തീരുമാനിക്കുന്നു ഏത് ഞങ്ങൾക്ക് കയറാന്നുള്ളത്. മുന്നേ കൂട്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടാണല്ലോ വരുന്നത്. അതിനനുസരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്യുന്നു, തിരിച്ചു പോകാനുള്ള ബുക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ട്രെയിൻ മിസ്സായി, തിരിച്ചു പോകാൻ പറ്റില്ല. സ്പോട്ട് ബുക്കിംഗ് കുറച്ചിരിക്കുന്നു 5000 ആക്കിയിട്ട്. യോജിക്കുന്നു? ഇല്ല. സമ്മിശ്ര പ്രതികരണമാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ചിലർ പറയുന്നു സ്പോട്ട് ബുക്കിംഗ് 5000 ആക്കി കുറച്ചതിനോട് യോജിക്കാൻ ആകില്ല. കാരണം 20,000 എന്നുള്ളത് അത് ഇനിയും വർദ്ധിപ്പിക്കണം, 30,000 ആക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ അഭിപ്രായം തേടിയ ഭൂരിഭാഗം പേരും പറഞ്ഞത് അത് 5000 ആക്കി കുറച്ച ഹൈക്കോടതിയുടെ നടപടി അതിനോട് യോജിക്കുന്നു എന്നുള്ളതാണ്. കാരണം പലരും ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് നേരത്തെ ബുക്ക് ചെയ്താണ് ദർശനത്തിനെത്തുന്നത്. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചതിൽ കൂടി അത് നല്ല ഒരു കാര്യം തന്നെയാണെന്നാണ് ഒരു വിഭാഗം ഭക്തർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.